ഇപ്പൊ ഇതിന്റെ ഇലയില്ലേ, ഇപ്പൊ ഈ ഇല ഒന്ന് നുള്ളിക്കഴിഞ്ഞാൽ ഒരു വെളുത്ത ഒരു ചറം വരും. ഇത് കണ്ണിൽ പോയി കഴിഞ്ഞാല് നമുക്ക് അന്ധത വരാം, ബ്ലൈൻഡ് ആവും. നമ്മളിവിടെ കണ്ടൽ ചെടികൾ വെച്ച് നട്ടു പിടിപ്പിച്ചു നമുക്ക് അതൊന്ന് കാണാൻ പറ്റും. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം നട്ട തൈകളാണ്. അതായത് കഴിഞ്ഞ വർഷം നമുക്ക് ഇവിടെ ഗ്രാസ് റൂട്ട് എന്ന് പറഞ്ഞ കൂട്ടായ്മയുണ്ട്. പിന്നെ തിരുവനന്തപുരത്തുള്ള സസ്റ്റ എന്ന ഫൗണ്ടേഷനുമായിട്ട് ചേർന്ന് ഞങ്ങൾ 100 പ്രാന്തൻ കണ്ടലിന്റെ തൈകളും പിന്നെ പേനക്കണ്ടലിന് ഒരു 300-400 തൈകളും കൂടി തൈകൾ എന്ന് പറഞ്ഞാൽ പേനക്കണ്ടലിന്റെ വിത്തുകൾ വെറുതെ ഇങ്ങനെ നട്ടു പോവുകയാണ് ഇത്. പ്രാന്തൻ കണ്ടലിന്റെ തൈകൾ നമുക്കൊരു ചെറിയൊരു നഴ്സറി ഉണ്ട്, മാംഗ്രോവ് നഴ്സറി ഉണ്ട്. അവിടുന്ന് തൈകൾ കൊണ്ടുവന്ന് അത് മുളങ്കുറ്റിയിൽ നമ്മൾ ഈ ശരിക്കും പറഞ്ഞാൽ മഞ്ഞവള എടുത്തിട്ട് ഒരു 1.5 അടി വലിപ്പമുള്ള മഞ്ഞവള മുറിച്ചതിന് ശേഷം അതിൽ നമ്മൾ ഈ ചെളി നിറയ്ക്കും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഉപ്പുവെള്ളം കയറി ഇറങ്ങുന്ന ചതുപ്പുകളിലാണ് സ്വാഭാവികമായിട്ട് കണ്ടൽ വളരുന്നത്. അപ്പൊ അതിന്റെ സ്വാഭാവികമായിട്ടുള്ള ആവാസവസ്ഥയിൽ നിന്നുള്ള ചെളി തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് അത് ഈ മുളങ്കുറ്റിയിൽ നിറയ്ക്കും. എന്നിട്ട് അതിൽ ഇതിന്റെ വിത്തുകൾ ശേഖരിക്കും. ഇപ്പൊ പ്രാന്തൻ കണ്ടലിന്റെ വിത്തുകൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് മുരിങ്ങക്കായ പോലെ ഇരിക്കും, നല്ല വലിപ്പം ഉണ്ടാവും. അത് കൊണ്ടുവന്ന് ഇതിലിങ്ങനെ കുത്തിവെക്കും. അതോടൊപ്പം പേനക്കണ്ടലുണ്ട്. പേനക്കണ്ടലിന് ഇത്രയും വലിപ്പം ഉണ്ടാവില്ല, അതിന് ഒരു പേനയുടെ വലിപ്പം ഉണ്ടാവുള്ളൂ. വ്യത്യാസം നമുക്ക് എല്ലാം കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. ഇത് പ്രാന്തൻ കണ്ടലാണ്, വലിയ ഇലയാണ്. ഇത് പേനക്കണ്ടലാണ്. അതെ അതെ. പിന്നെ ഈ പ്രാന്തൻ കണ്ടൽ വലുതായി ഇതിപ്പോ 1 വർഷമായിട്ടുള്ളത്. ഇത് ഒരു നല്ലൊരു കാനോപ്പി ആവും, നല്ല രസമാണ്. ഒരു 10 മീറ്റർ ഉയരമൊക്കെ വരും അത്. ഇവിടെ നിന്ന് അധികം വലിപ്പമുള്ളില്ല, കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരുവിധം ഒരു 8 അടി പൊക്കമുള്ളതൊക്കെ കാണാൻ പറ്റും. അപ്പം ഇതുപോലെ ഈ പറമ്പിന്റെ വശങ്ങളിലായിട്ട്, അതായത് നമുക്ക് മണ്ണിൽ നടാൻ പറ്റൂല, കരയിൽ നമുക്കിത് നടാൻ പറ്റും. ഈ പ്രാന്തൻ കണ്ടൽ കരയിൽ നടാൻ പറ്റില്ല. പേനക്കണ്ടൽ വേണമെങ്കിൽ നമുക്ക് വേണ്ടി കരയിൽ നടാം, പക്ഷെ ജലത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന്റെ സ്വാഭാവികമായിട്ടുള്ള ആവാസ വ്യവസ്ഥയിൽ ഉള്ള ഒരു വളർച്ച കരയിൽ നട്ടാൽ ഉണ്ടാവണമെന്നില്ല, ഒരു സ്റ്റാൻഡേർഡ് ഗ്രോത്ത് ആയിരിക്കും. അപ്പൊ നമ്മള് കണ്ടൽ നട്ടിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ ഒരു 16 സ്പീഷീസോളം ട്രൂ മാംഗ്രോവ്സ് ഉണ്ട്, ശുദ്ധ കണ്ടൽ എന്ന് പറയും. അതോടൊപ്പം മാംഗ്രോവ് അസോസിയേറ്റ്സ് എന്ന് പറയും. അതായത് കണ്ടലുള്ള ഇടങ്ങളിൽ അതിനോടൊപ്പം വളരുന്ന സസ്യങ്ങളാണ് കണ്ടൽ സഹജാതികൾ അല്ലെങ്കിൽ മാംഗ്രോവ് അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞത്. അപ്പൊ ഈ നിൽക്കുന്ന ഇപ്പൊ പൂവരശ് അതൊരു മാംഗ്രോവ് അസോസിയേറ്റ് ആണ്. പിന്നെ ഈ അവിടെ തന്നെ ഒരു വള്ളി പടർന്നു നടന്നിട്ടില്ല, അതിന് മണിവള്ളി എന്ന് പറയും, ഒരു വെളുത്ത പൂവുണ്ടാവും, അതും ഒരു മാംഗ്രോവ് അസോസിയേറ്റ് ആണ്. അതായത് മാംഗ്രോവ് അസോസിയേറ്റ്സ് ഏതാണ്ട് 50-60ഓളം ഇനങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പൊ അനുബന്ധിച്ച് വളരുന്ന സസ്യങ്ങളാണല്ലേ. അതെ അതെ. അപ്പൊ ഒരു മാംഗ്രോവ് ഇക്കോസിസ്റ്റം അല്ലെങ്കിൽ ഒരു കണ്ടൽക്കാട് എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടി ചേർന്നാണ്. നമ്മൾ വിചാരിക്കും കുറെ പ്രാന്തൻ കണ്ടൽ നട്ട് അതൊരു കണ്ടൽക്കാടായി, അങ്ങനെയല്ല. അതായത് ഒരു സിംഗിൾ സ്പീഷീസ് അല്ല. കേരളത്തിൽ തന്നെ 16 സ്പീഷീസ് ഉണ്ട്. അപ്പൊ കഴിയുന്നത്ര വൈവിധ്യം വേണം. ഇപ്പൊ ഒരു ഇക്കോസിസ്റ്റത്തിന്റെ ഹെൽത്ത് എന്ന് പറയുന്നത് അവിടുത്തെ വൈവിധ്യമാണ്. അപ്പൊ നമ്മൾ മാത്രമാണ് ഈ മോണോകൾച്ചർ ചെയ്യുന്നത്. ഏകവിള എന്നുള്ള സംഗതി പ്രകൃതിയിലില്ല. അപ്പൊ ഒരു ഇക്കോസിസ്റ്റം ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ അവിടെ അത്രയധികം വൈവിധ്യം വേണം. അപ്പൊ അതുകൊണ്ട് കഴിയുന്നത്ര സസ്യങ്ങൾ നടാനാണ് നമ്മുടെ ശ്രമം. അപ്പൊ അത് നമ്മൾ വിചാരിക്കും ഇതൊക്കെ കണ്ടൽ നട്ടിട്ട് എന്താ കാര്യം, നമുക്ക് ഇന്ന് ഭക്ഷണമൊന്നും കിട്ടുന്നില്ല. പക്ഷെ ഇവിടെ ഒന്ന് മത്സ്യസമ്പത്ത്, പിന്നെ കാർബൺ സംഭരിക്കാനുള്ള ശേഷി. മഴക്കാടുകളെക്കാൾ 5 മുതൽ 10 ഇരട്ടി വരെ കാർബൺ സംഭരിക്കാനുള്ള ശേഷി കണ്ടൽക്കാടുകൾക്കുണ്ട്. അപ്പൊ മഴക്കാടുകളെക്കാൾ പ്രാധാന്യം കണ്ടൽക്കാടുകൾക്കുണ്ട്. അത് മാത്രമല്ല, കണ്ടൽ നട്ടാലുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നനയ്ക്കണ്ട, നട്ടാ മതി. മനുഷ്യൻ ഇതിനെ നശിപ്പിച്ചില്ലെങ്കിൽ അത് വരും. നമുക്ക് ഇതിന്റെ വലിയ കണ്ടലുകളൊക്കെ ഒന്ന് കണ്ടാൽ അപ്പുറത്ത് കാണാം. അവിടെ കണ്ണാമ്പൊട്ടി എന്നൊരു കണ്ടലുണ്ട്. കണ്ണാമ്പൊട്ടി ഇപ്പൊ ഇതാണ് കണ്ണാമ്പൊട്ടി എന്ന് പറഞ്ഞ കണ്ടല്. ഇത് അങ്ങനെ പേര് വരാൻ കാരണം എന്ന് വെച്ചാല് ഇപ്പൊ ഇതിന്റെ ഇലയില്ലേ, ഇപ്പൊ ഈ ഇല ഒന്ന് നുള്ളിക്കഴിഞ്ഞാൽ ഒരു വെളുത്ത ഒരു ചറം വരും. ഇത് കണ്ണിൽ പോയി കഴിഞ്ഞാല് നമുക്ക് അന്ധത വരാം, ബ്ലൈൻഡ് ആവും. നമ്മൾ ബ്ലൈൻഡ് ആവുന്ന പറഞ്ഞാൽ പെർമനന്റ് ബ്ലൈൻഡ്നെസ് അല്ല, ഒരു 2 ആഴ്ചക്കൊക്കെ നമുക്ക് കണ്ണിൽ പോകാൻ നോക്കണം. പിന്നെ ചിലർക്ക് സ്കിന്നിന് അലർജിക്ക് ആയിരിക്കും ഇത്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ അടുത്ത് പോകുമ്പോ ഒരല്പം ശ്രദ്ധ വേണം കുട്ടികളൊക്കെ പോകുമ്പോ. അപ്പോൾ പക്ഷേ ഇതൊരു നല്ലൊരു ട്രൂ മാംഗ്രോവ് ആണിത്. ഇത് പുഴമുഞ്ഞ എന്ന് പറയും. ഇതൊരു മാംഗ്രോവ് അസോസിയേറ്റ് ആണ്. ഇപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകമാണോ, നല്ല എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ചെടിയാണ്. ഇതൊക്കെ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത്, കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ അതൊന്നും ശ്രദ്ധയിലെടുത്തിട്ടില്ല. പുഴമുഞ്ഞ എന്നാണ് ഇതിന്റെ പേര്. ഇതൊരു മാംഗ്രോവ് അസോസിയേറ്റ് ആണ്. അതായത് കണ്ടലുള്ള ഇടങ്ങളിൽ അതിനോടൊപ്പം വളരുന്ന ഒരു ചെടിയാണ് പുഴമുഞ്ഞ. ഇത് പേരാലാണ്, അറിയാലോ. ഇത് നട്ടതൊന്നുമല്ല, തനിയെ ഉണ്ടായതാണ്.
ഇത് അസോസിയേറ്റ് ആണോ? അല്ല അല്ല അല്ല, പേരാല് നമ്മൾ ഇങ്ങനെ പക്ഷികളൊക്കെ അവരുടെ എന്താ പറയുക ഇതിൻ്റെയൊക്കെ പഴങ്ങളൊക്കെ കഴിച്ച് ആൽ വർഗത്തിലുള്ള വൃക്ഷങ്ങളുടെയൊക്കെ ഒരു എന്താ പറയുക പ്രൊപ്പഗേഷനൊക്കെ പക്ഷികൾ വഴി തന്നെയാണ് നമ്മൾ. അപ്പോൾ അത് ഈ പക്ഷികളുടെ കാഷ്ടത്തിലൂടെയൊക്കെ വന്ന് അങ്ങനെ ഉണ്ടായി ഒന്നാണ് ഇത്. വനത്തിൽ വന്നു കഴിഞ്ഞാൽ സൺസെറ്റിന്റെ ഇതും ആസ്വദിക്കാല്ലേ? അതെ അതെ, വൈകുന്നേരം ഇവിടുന്ന് ഇപ്പം ഈ കാണുന്നത് നമ്മൾ ആ കാറ്റാടി മരങ്ങളുടെ അപ്പുറത്ത് അറബിക്കടലാണ്.